ഹായ് ഗായ്സ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. സോ ഞാൻ മാമൻ്റെ അവിടേക്ക് പോകുന്നൊരു വീഡിയോ ഇട്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെറ്റ് റെഡി വിത്ത് മീ വരുന്നതായിരുന്നു. സോ മാമൻ്റെ വീട്ടിലേക്ക് പോകാനും പിന്നെ എനിക്കൊരു ഡാൻസ് ഷൂട്ടും ഉണ്ട്. അപ്പം ആ ഷൂട്ടിങ് ഞാൻ മേക്കപ്പ് ചെയ്യാണ്. സോ ലെറ്റ്സ് ഗോ. സോ ഞാൻ ക്യാമറ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം. ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. ഇനി ഒന്നും കൂടി റെഡി ആക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ കുറച്ചും കൂടി നന്നായി കാണാൻ തോന്നുന്നു എങ്കിലേ. അപ്പം നമുക്കിനി മേക്കപ്പിലോട്ട് ഇവിടെയായിട്ടാണ് ഞാനെല്ലാം വെച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ തുറന്നിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒത്തിരി മേക്കപ്പ് ഒന്നുമില്ല ഗൈസ്, കുറച്ചല്ലോ, ക്ഷമിക്കാം. സോ നമുക്ക് ഒത്തിരി മേക്കപ്പ് ഇല്ലാത്ത ഒരു കൊച്ചു മേക്കപ്പിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മേക്കപ്പ് ഹോൾ പോലെ ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യുക, പറയുക. എത്ര പേർക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് ലൈക്കിലൂടെ പറയുക, എന്നാലും എനിക്ക് മനസ്സിലാവും. കമൻറ്റ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. സോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഗൈസ്? എനിക്ക് എൻ്റെ ചില ഫോണിൽ, എൻ്റെ അല്ല, മീൻസ് വേറെ ആൾക്കാർ പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. സോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നെങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് പറയാൻ കഴിയുകയാണെങ്കിൽ പറയണേ. പിന്നെ അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, എനിക്ക് ഇൻസ്റ്റ ഉണ്ട്. ഇൻസ്റ്റയിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ, കുറേ കാലമായി തുടങ്ങിയിട്ട്. തേജശ്രീ ആർ എന്നാണ് പേര്, തേജശ്രീ ആർ മേനോൻ. അതന്നെയല്ലേ? അല്ല, തേജശ്രീ, വെറും തേജശ്രീ എന്നാണ് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പം നിങ്ങൾ അതും പോയി ഫോളോ ചെയ്യുക, ഇതും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് എങ്ങനെയെങ്കിലും പിന്നെ പറയുക. നിങ്ങൾ ഞാൻ അതിനായിട്ടൊരു വീഡിയോ എടുക്കാം, ഒരു കുഞ്ഞ് ഷോർട്സ്. അപ്പം അതിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് ലൈക്ക് ചെയ്ത് പറയുക, എന്നാലേ എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഞാൻ വർത്താനം പറയുന്നില്ല. സോ നമുക്ക് ആദ്യം തന്നെ സ്കിൻ കെയറും ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ടോ. ഇപ്പോൾ എത്രയായി ടൈം ഇപ്പോൾ കറക്റ്റ് 10 o'clock. നമുക്ക് 10:15 ഉള്ളിൽ ഇത് നിർത്താം. ഓക്കെ, ആദ്യം നമ്മൾ ഇടുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ. ഇത് സിറാണ് എന്ന് വിചാരിക്കും, അല്ല കേട്ടോ. ഇത് ഞാൻ സെറത്തിൻ്റെ കുപ്പി വെറുതെ കിടക്കുന്നതാണ്. ഞാൻ എടുത്ത് കൊണ്ടുവന്ന് എൻ്റെ മോയ്സ്ചറൈസർ ഇടാൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇതാണ്, മടി. അപ്പം ഞാൻ പെട്ടെന്ന് ഇടാലോ എന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. ഇത് ശരിക്കും സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്, ഒരു പേർപ്പിൾ. ഓക്കെ, എത്ര മോയ്സ്ചറൈസർ എടുക്കാറുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ കൈ അതടച്ച് ആദ്യം ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യുക. നമ്മൾ ബ്ലഷൊക്കെ ഇടുമ്പോൾ നന്നായി ബ്ലെൻഡ്. നിങ്ങൾക്ക് ഓയിലി മേക്കപ്പാണോ ഇഷ്ടം, അത് ഭയങ്കര മാറ്റായിട്ടുള്ള മേക്കപ്പാണോ ഇഷ്ടം? എനിക്ക് ഭയങ്കര ഓയിലി ഇഷ്ടമാണ്. മീൻസ് ഒഴുകുന്നില്ല, എന്നാൽ നല്ല ഇങ്ങനത്തെ ഈ ഒരു എഫക്റ്റ് ഇട്ടാണ് എനിക്ക്. ഇപ്പം ഭയങ്കര വെളിച്ചമായതുപോലെ.
നമ്മൾ അതൊക്കെ ഇട്ട് സെറ്റായി. ഇവിടെ കണ്ണാടി ഉണ്ട് കേട്ടോ, കണ്ണാടി നോക്കുന്നുണ്ട്. ഹായ് 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 സിസ്റ്ററി. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ലബാം ഇട്ട് കൊടുക്കാം. നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടതുകൊണ്ട് തുറക്കാൻ തുറന്നിട്ട് ഗൈസ് നമ്മൾ തുറന്നിരിക്കുന്നു. ലിബാം എപ്പോഴും ഇടണം. ഇത് മെബലിൻ്റെ ബേബി ലിപ്സ് കളർ എന്ന് പറഞ്ഞാൽ ഇതിന് 2 കളേഴ്സാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന് ലൈറ്റ് പിങ്കും ഒന്ന് ഡാർക്ക് പിങ്കും. ഞാൻ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡാർക്ക് പിങ്ക് ഞാൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് പിങ്ക് ഞാൻ കഴിഞ്ഞിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. സോ അത് തീർന്നപ്പോഴാണ് ഞാൻ ഇത് മേടിച്ചത്. ഓക്കെ, സോ നമുക്ക് ലിപ് ബാം ഇടാം. ഇങ്ങനെയായിട്ട് ആഡ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇതിൽ ഭയങ്കര പിങ്കായി തോന്നുന്നു, പക്ഷെ ശരിക്കും അത്ര പിങ്കില്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഓവർലോഡ് പോലെ ഉണ്ട്. അത് ഭയങ്കര വെളിച്ചമായതുപോലെ എനിക്ക് ഫീൽ ചെയ്യാം. ഭയങ്കര വെളിച്ചമുണ്ടോ, ഭയങ്കര പ്രകാശം. ഇത്ര പ്രകാശം നമുക്ക് ആവശ്യമില്ല. അപ്പം നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഭയങ്കര എന്ത് ഗൈസ്, സോ ഗൈസ് അപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ലിബാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇടാനുള്ളത് ഞാൻ കാണിച്ചു. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ സ്റ്റുഡിയോ പോയപ്പം ഇങ്ങനെ ലിപ് സ്ക്രബ് ലിബാം ഒക്കെ ഇങ്ങനെ 200 റുപ്പീസിന് എല്ലാം കൂടി ഒരു സെറ്റ്. അപ്പം അതിൽ ഞാൻ നോക്കിയപ്പം ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അറിയത്തില്ല. അപ്പം ഞാൻ മേടിച്ച് നോക്കി, അമ്മയുടെ അടുത്ത് പറഞ്ഞ് അമ്മ മേടിച്ചു തന്നു. അപ്പം നോക്കിയപ്പോൾ ഉണ്ട് അത് എന്താ പറയുക, ഭയങ്കര ഇങ്ങനെയാണ് അതിൻ്റെ ഷെയ്ഡ്. എനിക്ക് ഭയങ്കര വാഷ് ഔട്ട് ചെയ്യും കേട്ടോ. ഇതാണ് അതിൻ്റെ ഷെയ്ഡ്. ഭയങ്കരം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്യാൻ ഞാൻ കാണിച്ചു കാണുന്നുണ്ടോ. ഇപ്പൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാൻ നല്ല അടിപൊളി ഷെയ്ഡാണെന്ന്. പക്ഷെ അല്ല ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്യാം. അപ്പം ഞാൻ എന്താക്കി, ഞാനിതിപ്പം കൺസീലറായിട്ടാണ് ലൈക്ക് ദിസ് വൺ. വാ, നിങ്ങൾ വിചാരിക്കും ഓ കുട്ടിക്ക് എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന്. ഇഷ്ടപ്പെട്ടോ? ലിപ്സ്റ്റിക്ക് ആദ്യമായിട്ട് കൺസീലറായി ഉപയോഗിക്കുന്നു പക്ഷേ എന്നിട്ട് ഒരു സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. സെറ്റിംഗ് പൗഡർ എടുത്ത് ഡാബ് ചെയ്യട്ടെ ഗൈസ്, എന്നാലൊന്ന് റെഡി. ഭയങ്കര പിങ്കിഷ് പോലെ. അപ്പം ഞാൻ ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. അതൊക്കെ സെറ്റായി അങ്ങനെ ഉണ്ടാക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ബ്ലഷ് ഇല്ലാണ്ട് ജീവനില്ല. ഇത് സ്റ്റുഡിയോൻ്റെ തന്നെയാണ്. നമ്മളിപ്പം മോയ്സ്ചറൈസർ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് ബ്ലെൻഡായി പോകുന്നുണ്ട് എല്ലാം. നമുക്കിനി ബ്രഷ് എടുത്തിട്ട് വരാം. ബ്രഷ് ഇതാണ് ഗൈസ് നമ്മുടെ ഇതുണ്ടോ പിങ്ക്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എനിക്കിതാ അങ്ങനെ തുമ്പടിച്ചിട്ട് ബ്ലഷ് ഇട്ട് കൊടുത്ത് പ്ലാൻ ചെയ്ത് കൊടുക്കാം. ചുണ്ടരി അപ്പം ചോറയോ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി.
അങ്ങനെ പറ്റില്ല. നമുക്ക് ഇപ്പുറത്തും കൂടി ഇട്ടല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ട് സൈഡും ഓക്കെ. ഇനി നമുക്ക് മുടി പോണിക്കൊക്കെ ഇട്ടാണ്ട് നമുക്ക് ഈ ഒരു ലിപ്പ് ലൈനർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് എത്രയാണ് ചിക്കോറി അങ്ങനെ എന്തോന്നാണ്. അപ്പം ലിപ്പ് ലൈൻ ചെയ്യാം. ഞാനിങ്ങനെയാണ് കേട്ടോ ലൈൻ ചെയ്യുക. നല്ലൊരു ഷെയ്ഡാണ് എടുത്തിട്ട് നല്ലൊരു ഷെയ്ഡ് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ചേരിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ദെൻ ഈ ഒരു ഷെയ്ഡ് ഡാസ്ലറിൻ്റെ DLCO25 എന്ന് പറഞ്ഞൊരു ഷെയ്ഡുണ്ട്. അതും കൂടി എടുത്തിട്ട് ഇതുപോലെ എടുക്കും. എന്നിട്ട് ഇതാ ഇങ്ങനെ തേച്ച് കൊണ്ടുപോകും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷെയ്ഡ് ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ അല്ലാണ്ട് എനിക്ക് വേറൊരു ഷെയ്ഡും ഇഷ്ടമാണ്. ബ്രൗൺ അല്ലാത്തൊരു ഷെയ്ഡും ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. മതി. നന്നായി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി കുറച്ച് ഓവറാണെങ്കിൽ ഒരു പേപ്പർ എടുത്ത് അങ്ങനെ ചെയ്യാം. സോ പേപ്പർ എടുത്ത് താക്കണം എനിക്കറിയാം. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഓവറായോ കുറച്ച് ഓവറായോ എന്ന് നിങ്ങൾ തന്നെ പറയാം. ഓക്കെ. ഇല്ല കേട്ടോ, പക്ഷെ ഇതിൽ കാണുമ്പോൾ ഭയങ്കര ഓവർ പോലെ. ഔട്ട്ഫിറ്റ് ഇതാണ്. ഞാൻ ഡാൻസ് ഇടാം. ടോപ്പ് വേറെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.